ചിലർ പറയും 27 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ സംശയം ചോദിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ടോ? ഇല്ല, ഇവിടെ ഏജിന് നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വന്നതിനാണ് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഏത് ഏജും ആയിക്കോട്ടെ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് പോകാം. ഇവിടെ ഏജ് ഒരു ക്രൈറ്റീരിയ അല്ല. ക്രൈറ്റീരിയ ഏത് താല്പര്യമുള്ള ഏത് വേണേലും. വിനീത് ഇപ്പം നേഴ്സിംഗിന്റെ ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്താണ്. അപ്പൊ ഈ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ക്ലിനിക്കിന്റെ അണ്ടറിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ ത്രൈയേരിക ഹൗസ് ബിൽഡിംഗ് ചെയ്തു. ഹൗസ് ബിൽഡിംഗ്സ് ഓഫ് ഫ്ലേക്ക് ഫാക്ക. ഇതിന് 2500 അവേഴ്സ് പ്രാക്ടിക്കൽസും 2100 അവേഴ്സ് തിയറിയാണുള്ളത്. നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രാക്ടിക്കൽസിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. ഇവിടെ ബ്ലോക്ക് ഷൂടെ സിസ്റ്റം എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് ഉള്ളപ്പോൾ 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത്സ് അത്രയാണ് മാക്സിമം എനിക്ക് ക്ലാസ് ഒരുമിച്ച് അടുപ്പിച്ച് വരിക. അല്ലെങ്കിൽ 3 വീക്സിന്റെ ക്ലാസ് ഉണ്ടാവും, ചിലപ്പോൾ 2 വീക്സിന്റെ ക്ലാസ്. അതിന് ബ്ലോക്ക് ഷൂടെ സിസ്റ്റം എന്ന് ഇവിടെ പറയും. ആദ്യമേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് 2 മന്ത് ക്ലാസ് ഉണ്ടായിരുന്നു. എന്റെ ആർബൈറ്റ് ഗീബർ അല്ലെങ്കിൽ എംപ്ലോയർ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഹോസ്പിറ്റലിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ എനിക്ക് ആദ്യത്തെ ഇൻസാറ്റ്സ് ഓറിയന്ററും സയൻസാറ്റ്സ് എന്ന് പറയും. നമുക്കൊരു ഓറിയന്റേഷൻ പോലെ ഒരു 4 വീക്സ് ഞാൻ ഒരു സ്റ്റേഷനിൽ പോയി അവിടെ വർക്ക് ചെയ്തു. അപ്പം എനിക്കൊരു പ്രാക്ടീസ് ആൻലൈറ്റർ ഉണ്ട് ആ സ്റ്റേഷനിൽ. പ്രാക്ടീസ് ആൻലൈറ്റർ ഒരു ടീച്ചറുടെ സെയിം റോളാണ് ഇവിടെ സ്റ്റേഷനിൽ അവർ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യുന്നത് എനിക്ക് എല്ലാ ഗൈഡൻസും അവർ തരുമായിരുന്നു. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ അവരുടേതായ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓറിയന്ററും സയൻസാറ്റ്സിന്റെ 2ാമത്തെ സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഇത് രണ്ടും കൂടെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രൊബേസ് ആയിട്ട് 6 മാസം ഇവിടെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുന്നത്.